എടാ ഞാനിപ്പം റീസെൻ്റായിട്ട് 2 ദിവസമായിട്ട് ഞാൻ കാണുന്നതാണ് ഖലീഫനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പം അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പല ആൾക്കാരെന്ന് വെച്ചാൽ ഒരാൾ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം പ്രോസ്പെക്റ്റീവായിട്ട് മാറ്റുന്ന ഒരു ഇതുണ്ട് നമ്മളെ നാട്ടിലെന്ന് പറയും. നമ്മളെ ഈ ഒരു ഇറയിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഇറയിൽ ഒരാളൊരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒപ്പീനിയനാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അത് എൻ്റെയും കൂടി പ്രോസ്പെക്റ്റീവ് ആണെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതെന്തിനാണ് ചിന്തിക്കുന്നത്? ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ ഈ ഖലീഫൊക്കെ പോകാണ്ടുന്നത് എനിക്ക് ആ ജേണർ ഏകദേശം മനസ്സിലായതുകൊണ്ട് മാത്രം ഞാൻ പോകാണ്ടുന്നത്. ഞാൻ ട്രെയിലർ കണ്ടപ്പം എനിക്കത് മനസ്സിലായത് ഇതൊരു മാസ് മസാല കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ് എന്നുള്ളൊരു പ്രോസ്പെക്റ്റീവിലാണ് ഞാൻ പോകാണ്ടുന്നത്. അല്ലാതെ ആ ഒരു സിനിമയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഒരു ജേണറെ കുറിച്ചിട്ടോ എനിക്ക് യാതൊരു കുഴപ്പമുള്ളതുകൊണ്ടല്ല. അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ മാസ് മസാല പടങ്ങൾ കുറേ കണ്ടുകൊണ്ട് തന്നെ എനിക്കെന്താ പറയുക, എനിക്ക് ആ ജേണറോട് കുറച്ചൊന്ന് ഒന്ന് ബ്രേക്ക് എടുക്കാൻ എനിക്ക് തോന്നി. കുറേ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പടത്തിന് കാണുന്നത്. അല്ലാണ്ട് ആൾക്കാരത് ഒരു ആവറേജ് പടം എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ബിലോ ആവറേജ് പടം എന്ന് പറഞ്ഞുകൊണ്ടോ ഈ പടം കൊള്ളൂല എന്ന് പറഞ്ഞുകൊണ്ടോ അല്ല. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം എന്താ പറയല്, കുറേ ആൾക്കാർ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നത്. അതിൽ ഒരുത്തൻ പറയണേ, ഇത് പോയാൽ നിങ്ങളെ സമയം കളയും. ശരിക്കും പറഞ്ഞാൽ അത് പറയുന്ന കേട്ടപ്പം തന്നെ എനിക്ക് ഓൻ്റെ ഒരു പ്രോസ്പെക്റ്റീവ് എനിക്ക് ഏകദേശം ഓൻ്റെ ഒരു എന്താണ് പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് മനസ്സിലായിനി. ഇതിനെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളൊരു, ശരിക്കും അവൻ്റെ സംസാരത്തിൽ തന്നെ ഓൻ അത് ഡീഗ്രേഡ് ചെയ്യുന്നത് തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം ഇത് പോയാൽ നിങ്ങളെ സമയം പോകും, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വളരെ പ്രത്യേകിച്ചിട്ട് നമ്മളെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ ഒരു പടം വളരെ ചുരുക്കമായിരിക്കും. ഇതിൽ 1-2 പടങ്ങളെ അങ്ങനെ ഇറങ്ങും, മനസ്സിലായില്ലേ? സമയം പോകുന്നത് എന്തെങ്കിലും ആയിട്ട് അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും, ഇല്ലാണ്ടൊന്നും നിൽക്കൂല എന്തായാലും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഡീഗ്രേഡ്. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതൊന്നല്ല, ഒരാളൊരു ഒപ്പീനിയന് ഒരിക്കലും നിങ്ങളെ പ്രോസ്പെക്റ്റീവ് ആകാൻ പാടില്ല. കാരണം എന്താ പറയുക, നിങ്ങളെ ഇൻഡിവിജ്വാലിറ്റി അവിടെ നഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എന്നോട് ഒരാൾ ചോദിക്കുകയെന്ന് ഐഫോൺ എങ്ങനെ ഉണ്ട് ചോദിക്കുകയെന്ന്, ഞാൻ പറയുന്നത് അത് തല്ലിപ്പൊളി ഫോണെന്ന്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഞാൻ പറയാം അത് തല്ലിപ്പൊളി ഫോണാന്ന് പറയാൻ, അതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല അങ്ങനെ പറയാന്ന്. എത്ര ആൾ എൻ്റെ വാക്കും കേട്ടിട്ട് അത് മേടിക്കാണ്ടിരിക്കും? നിങ്ങൾ പറ. ഇപ്പം 2 ആൾക്കാർ റിവ്യൂ ഇട്ട് ഒരു പോട്ട് 1000 യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞു. മേടിക്കേണ്ട ആൾ മേടിക്കും, മനസ്സിലായില്ലേ? ഇതിൻ്റെ എന്താണ് ഐഫോൺ ഒരു പ്രസ്റ്റീജായിട്ട് ഞാൻ പ്രസ്റ്റീജ് എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഐഫോണിൻ്റെ ഉപയോഗം മനസ്സിലാക്കി മേടിക്കുന്ന ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. 90% ആൾക്കാരും ഐഫോൺ മേടിക്കുന്ന 90% ആൾക്കാരും ഇതൊരു പ്രസ്റ്റീജായിട്ട് കാണുന്ന ആൾക്കാരാണ്. ശരിക്കും ഐഫോണിൻ്റെ ഉപയോഗം ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരല്ല. ഐഫോണിൻ്റെ ശരിക്കും പൊട്ടൻഷ്യൽ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരല്ല ഇത് വാങ്ങുന്നത്. ശരിക്കും ഇതിൻ്റെ ഐഫോണിൻ്റെ ഉപയോഗം എന്താണ്? ഒന്ന് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, പിന്നെന്താ സെക്യൂരിറ്റി ഗ്യാരണ്ടി അല്ലേ? ഇതിൻ്റെ എന്താ പറയുക, എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സും അത്രയും സെക്യൂറായിട്ട് കൊണ്ടു നടക്കുക. ആൻഡ് ഈ സെക്യൂരിറ്റീൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഐഫോൺ ഫ്ലക്ച്വേറ്റ് ആകുന്നുണ്ട്. ഇപ്പം പ്രോപ്പറായിട്ടുള്ള കൃത്യം സെക്യൂരിറ്റി അവർ തന്നു കഴിഞ്ഞാലും അവരുടെ അടുത്തുനിന്നും പിഴവുകൾ സംഭവിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ആൻഡ് ഐഫോൺ ഞാൻ പറയട്ടെ, ഐഫോൺ സ്റ്റീവ് ജോബ്സിൻ്റെ കാലത്തുള്ള ഐഫോണിൻ്റെ സംഭവം ഉണ്ടല്ലോ, ഈ 6 ആണെന്ന് തോന്നുന്നു ലാസ്റ്റ്, 6S ലാസ്റ്റ് ഏതാ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ടെക് ഫോളോ ചെയ്യുന്ന അങ്ങനെ ഗംഭീരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ആ ഒരു ടൈമിലുള്ള ഐഫോൺ ഉണ്ടല്ലോ, ആ ഐഫോണല്ല ഇതാണ് ഇപ്പോഴുള്ള ആ ഒരു, ഞാൻ പറയുന്ന ആ ലുക്ക്, ആ പ്രസ്റ്റീജ് എന്നുള്ള കൊണ്ടു നടക്കുമ്പോൾ തന്നെ നമ്മൾ കൈമ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയ പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടും ആ കൈമ പിടിക്കുമ്പോൾ. അതുപോലെയല്ല ഇപ്പോഴത്തെ ഐഫോൺ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഐഫോൺ ജസ്റ്റ് ഒരു ഫോണാണ്, എന്നാൽ പോലും ആ ഫോണിന് ഇപ്പോൾ ഫാൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം കുറച്ച് ആൾക്കാർ പറയുന്നത് ഐഫോൺ ഒരു മോശം ഫോണാണ്, അപ്പോൾ നമ്മൾ മേടിക്കാൻ എടുക്കും ഇല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ്
ഒരാളെ ഒപ്പീനിയനോ ഒരു പ്രോസ്പെക്റ്റീവോ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടോ ഒരിക്കലും നിങ്ങളെ ഒപ്പീനിയനായിട്ട് എടുക്കരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ ഷസാമിൻ്റെതായാലും കോക്കിൻ്റെതായാലും ഉണ്ണീൻ്റെതായാലും എൻ്റർടൈൻമെൻറ്റ് അവരതായാലും എന്താ പറയല്, അതൊരു ബ്ലൂ പ്രിൻ്റ്, അവരുടെ ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റാണ്. മനസ്സിലായില്ലേ? അവർ റിവ്യൂ എന്ന് പറയുമ്പം തന്നെ അതൊരു എന്താ പറയല്, അതൊരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായി? അതിൽ നിന്ന് പടം ഇപ്പോൾ അവർ പറയുന്നുണ്ട്, ഇപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് മാസ് മസാല കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആടെ പോസ് ചെയ്യുക, ആടെ വീഡിയോ പോസ് ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഇഫ് യു ആർ എ മാസ് മസാല എൻ്റർടൈനർ ലവർ. അല്ലാണ്ട് ഇപ്പോൾ 10 ആൾക്കാർ പറഞ്ഞ് അത് എന്താണ് അത് ഒരു മോശം പടം, അങ്ങനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പം നമുക്കെങ്ങനെ അത് പറയാൻ പറ്റും? നമ്മൾ കണ്ടിട്ടില്ല ആ പടം. ഞാൻ പറയുന്നത് എല്ലാ പടമല്ല, ചില പടം എന്ന് പറയുന്നത് ഒരു എന്താ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എല്ലാ പടവും ഇവർ പറയുന്നത്, എല്ലാ പടവും പറയുന്നത് നമുക്ക് അങ്ങനെ കണ്ണും മൂട്ടി എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ കുംഭസാരം എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ട് ജയസൂര്യൻ്റെ. 2014 ഇറങ്ങിയത്, 13 എത്ര പേര് ആ പടം കണ്ടിട്ടുണ്ട്? അടിപൊളി പടമാണ്. മനസ്സിലായി? അന്ന് ഈ റിവ്യൂ പോലും ഇല്ല, എന്നിട്ട് ആ പടം പൊട്ടിയെന്നാ എനിക്ക് തോന്നുന്നു. പൊട്ടിയല്ല, ചെറിയൊരു ഈറ്റാ. പിന്നെ ഒരു പടമുണ്ട് ഉത്സാഹ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. ആര്? ജയറാമിൻ്റെ പടം. അതിലും തല്ലിപ്പൊളി പടന്ന് ആൾക്കാർ വിലയിരുത്തിയ പടം ആ സമയത്ത് 2014. പക്ഷേ അല്ലേ, ഞാൻ ഇപ്പോൾ ടി വിയിൽ വരുമ്പോൾ ആ പടം കാണും. ഇത് പറയാൻ കാരണം എന്താ അറിയോ? എനിക്ക് ആ പടം പേഴ്സണലി ഇഷ്ടമാണ്. ഭയങ്കര കോമഡിയാണ് ഉത്സാഹ കമ്മിറ്റി എന്ന് പറഞ്ഞ പടം. അതിനകത്ത് ബാബുരാജ്, പിന്നെ നമ്മളെ ഈ ചങ്ങയുണ്ടല്ലോ, ആ ചങ്ങനെ പേരെന്താണ്, കലാഭവൻ ഷാജോണ്, പിന്നെ നമ്മളെ ജയറാം. എൻ്റെ മോനെ കിട്ടില്ലോ, അപൂർവൻ പന്തക്കാട്ടിൽ അപ്പൂ പറയേ എന്നാലും പറഞ്ഞിട്ട് വല്ല കണ്ടുപിടുത്തങ്ങളാണ്, കിണ്ണി പോലെ ഇരിക്കുമെന്നും പറയില്ല മറ്റേ അടുത്ത ഡയലോഗുണ്ട്. ഇത് ഡയലോഗുണ്ട്, ഈ തക്കാളിൻ്റെ ഉള്ളു കണ്ടിട്ട് മറ്റേ കിണ്ണി പറഞ്ഞ് കുറേ ഞാൻ അപൂർവൻ പന്തക്കാട്ടിൽ അപ്പൂ പറയേ എന്നാലും പറയും. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എപ്പോൾ ടി വിയിൽ വന്നാലും ആ ഒരു എൻ്റർടൈനർ. ഇപ്പോൾ വില്ലാളി വീരനിൽ കുറേ ആൾക്കാർ ഇപ്പം ട്രോൾ ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ. പക്ഷെ ഉണ്ടല്ലോ, അതൊരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ, കോമഡി എന്നുള്ള രീതിയിൽ അത് നമുക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സണലി, ഞാൻ എൻ്റെ പേഴ്സണലി കാര്യം പറയുന്നത്, പേഴ്സണലി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു സംഭവമാണ് ആ സാധനം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഈ പടം ഉണ്ടല്ലോ, യമണ്ടൻ പ്രേമകഥേനെ ഇപ്പം കുറേ ആൾക്കാർ ക്ലീശേ മറ്റേ എന്താ ക്രിഞ്ച് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ആ പടം നമ്മൾ കണ്ടതാണ്, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കണ്ടതാണ്. എൻ്റെ പോലെ ആ കാണുന്ന സമയത്തുണ്ടല്ലോ, അത് അത്യാവശ്യം എന്തെല്ലാം ഉണ്ട്, ഓമനക്കുട്ടി ചാമനക്കുട്ടി എന്നെല്ലാം പറഞ്ഞ കുറേ ക്രിഞ്ച് ഡയലോഗ് ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. അത് കോമഡി വൈസ് ഒരു അടിപൊളി പടം തന്നെയാണ് അത് സാധനം പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ പടങ്ങളിൽ ഇപ്പം ട്രോളുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്താണ് കാലം അനുസരിച്ചിട്ട് ഈറ്റുകളെ എന്താണ് ഈ ഓഡിയൻസിൻ്റെ അപ്ഗ്രഡേഷൻ വരുന്ന സമയത്ത് ഈ പഴയ പടങ്ങളെല്ലാം ക്രിഞ്ചായിട്ട് ഇപ്പോൾ തോന്നുന്നതാണ്. അല്ലാണ്ട് അത് ഇറങ്ങിയ സമയത്ത് ആ ക്രിഞ്ചല്ല, ഒരിക്കലും ക്രിഞ്ചല്ല. അപ്പം ഇത് ഭയങ്കര എന്തിനാ ഡീഗ്രേഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തിൻ്റെ ആവശ്യത്തിനാണ് ഡീഗ്രേഡ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാനത് ആ സിനിമക്ക് പോകാണ്ടിരുന്നത് എനിക്ക് ആ ഒരു ജേണറിന്ന്, എനിക്ക് ആ മാസ് മസാല കൊമേഴ്ഷ്യൽ ജേണറിന്ന് എനിക്കൊരു കാണുന്നതിന് എനിക്കൊരു ബ്രേക്ക് എടുക്കാൻ തോന്നി. ഞാൻ അങ്ങനത്തെ കുറേ ജേണർ ഇപ്പം ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പ് എന്ന് പറയുന്നതില്ലേ, കൊറോണ ടൈം ഉണ്ടല്ലോ, ഞാൻ ഈ ത്രില്ലർ ഫിലിമിൻ്റെ ഫാനേനു. ഞാൻ ഏത് ത്രില്ലർ പടം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇരുന്ന് കാണുന്ന ഒരു സ്വഭാവം ഉണ്ട് ഞങ്ങൾക്ക്. കൊറിയൻ പടമായാലും ഏത് ത്രില്ലർ വേർഷനിൽ ഏതെല്ലാം ത്രില്ലർ ചാനലിൽ ഏതെല്ലാം ഭാഷയിലുള്ള സിനിമകളുണ്ടോ അതെല്ലാം ഞാൻ കാണും. ഒരു സമയത്ത് നമുക്ക് ഫാമിലി എൻ്റർടൈനർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു സമയത്ത് റോം കോം എന്ത് കടമായാലും നമുക്ക് എന്താണെന്ന് ഇഷ്ടമായിരുന്നു. ഒരു സമയത്ത് നമുക്ക് ജേണറേ ഇല്ല, ഏതെങ്കിലും ഒരു പടം കണ്ടാൽ മതി എന്നുള്ള പ്രോസ്പെക്റ്റീവ് ഉണ്ടായിട്ടുണ്ട്. സോ അത് നമ്മൾ ഒരു 10 ആൾക്കാരെ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു 20 ആൾക്കാർ, ഒരു 100 ആൾക്കാർ എനിക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ,
ഇതിനിടയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് കിഴി ഒരു വീഡിയോ എന്തോ ഇതിനെ കളിയാക്കി പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പം പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ എന്ന് പറയുന്നത് എന്തായാലും ഒരു ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടുള്ള ചങ്ങായിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ചങ്ങായി എന്തെങ്കിലും ആയിട്ട് ആ പടത്തിൽ ഉണ്ടാവും എന്നുള്ള ഗ്യാരണ്ടി നമുക്ക് ഉണ്ടാവില്ലേ? ഇപ്പോൾ ജനഗണമനയെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ ഒത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഏത് പടത്ത് അനക്ക് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എന്താണ്, എനിക്ക് അത്യാവശ്യം ഗ്യാരണ്ടി ഉള്ളൊരു നടൻ തന്നെയാണ് പൃഥ്വിരാജ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരാളെ പ്രോസ്പെക്റ്റീവ്, ഒരാളെ കാഴ്ചപ്പാട് ഒരിക്കലും നിങ്ങളെ ഇതാകാൻ പാടില്ല. ഒരാൾ ഇപ്പോൾ കോക്ക് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? കോക്ക് അടിപൊളി സിനിമേൻ്റെ ഇതിൽ അടിപൊളി ഇത് പറയുന്നു വിചാരിക്കും. ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കോക്കിനെ എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടം എന്ന് വെച്ചാൽ ഹിസ് വേ ഓഫ് പ്രസൻറ്റേഷൻ വെച്ചാൽ ഒരു കാര്യം പറയുന്നതിലും അയാൾ പറയുന്ന നാടനായിട്ട് പറയാം. നമ്മളെല്ലാം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ. ഞാൻ ഈ തുടക്കത്തിൽ ഇപ്പം എനിക്കൊന്നുമില്ല, ഞാൻ ഇപ്പോൾ തോന്നുന്ന പോലെ ഞാൻ ക്യാമറ മുമ്പിലൊക്കെ പറയുന്നത് ആ ചങ്ങായി തുടക്കത്തിൽ എന്താ പറയല്, ആ ചങ്ങായിക്ക് എന്താ തോന്നുന്നത് അത് പറയുന്നുള്ളൊരു നമ്മളെല്ലാം വീട്ടിൽ നമ്മളൊരു ചങ്ങായിമാർ ഇന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്പുറം ഇപ്പുറം ഇന്ന് സംസാരിക്കുന്ന സമയത്ത് ആൾക്കാർ എങ്ങനെ സംസാരിക്കും അതേപോലെ തന്നെ ചങ്ങായി സംസാരിക്കും. അതുകൊണ്ടാണ് എനിക്ക് കോക്കിനെ അത്ര ഇഷ്ടം എന്ന് പറയുന്നത്. അല്ലാണ്ട് കോക്കിൻ്റെ പ്രോസ്പെക്റ്റീവ് ഒരിക്കലും, കോക്കിൻ്റെ ഒപ്പീനിയൻ ഒരിക്കലും എൻ്റെ പ്രോസ്പെക്റ്റീവായിട്ട് ഞാൻ എടുക്കുന്നില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ അങ്ങനെ കോക്ക് മോശം എന്ന് പറഞ്ഞാൽ എത്ര പടത്തിന് ഞാൻ പോയിട്ടുണ്ടെന്ന് അറിയാം. മറ്റേ ഈ നമ്മളെ എത്ര പടം ഞാൻ കണ്ടിട്ടുണ്ട് അറിയാം. നമ്മളെ ഈ ഗോട്ടില്ലേ, ഗോട്ടിനെല്ലാം വെച്ച് ഞാൻ പറയട്ടെ, ഗോട്ട് ഞാൻ കണ്ട്. ഗോട്ട് 99% ആൾക്കാർക്കും, കേരളത്തിലുള്ള 99% ആൾക്കാർക്ക് ഇഷ്ടമല്ല. പക്ഷേ ആസ് എ വിജയ് ഫാൻ, ആസ് എ ഫാൻ എനിക്കിഷ്ടം, നമുക്ക് പറയാൻ വയ്യില്ല, നമുക്ക് ആ ഒരു വ്യക്തിനെ ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു ഇതാണ്. അതുപോലെ തന്നെയാണ് മാസ് മസാല കൊമേഴ്സ്യൽ എൻ്റർടൈനർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെന്ത് പറഞ്ഞാലും ഇത് കാണുക, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ഞാനിത് പറയാൻ കാരണം വെച്ചാൽ അതന്നെ, എന്തിൻ്റെ ആവശ്യത്തിനാണ് ഒരാളെ പ്രോസ്പെക്റ്റീവ്, ഒരാളെ കാഴ്ചപ്പാട്, എന്താണ് ഒരാളെ ഒപ്പീനിയൻ നിങ്ങളെ പ്രോസ്പെക്റ്റീവ് എടുക്കും. നിങ്ങൾ ഏത് കാര്യം ആയിക്കോട്ടെ, ഇപ്പം 10 ആൾക്കാർ നിങ്ങൾ കുറച്ച് മോശം പറഞ്ഞു വിചാരിച്ചോ, നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താന്നുള്ളത്, അല്ലേ? ആൻഡ് ഒരു ഫ്രണ്ട് ഉണ്ടാവും നിങ്ങളെക്കുറിച്ച് നല്ലത് വിചാരിക്കുന്നത്, ഓനൊരിക്കലും നിങ്ങളെ കുറ്റം പറയില്ലല്ലോ. അതേപോലെ തന്നെയാണ് 10 ആൾക്കാർ നിങ്ങളെ മോശം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, ഒരാൾക്കാർ നല്ലത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ അതാ എനിക്ക് പറയാനുള്ളൂ. മറ്റുള്ള ആളെ ഒപ്പീനിയൻ ഒരിക്കലും നിങ്ങളെ പ്രോസ്പെക്റ്റീവായിട്ട് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.